നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷി രീതി എന്ന് പറയുന്ന ഒരു പുരയിട കൃഷി സമ്പ്രദായമാണ്. അപ്പോൾ അതിനകത്ത് വീടിൻ്റെ ചുറ്റും കുറേ തെങ്ങുകൾ ഉണ്ടാവും, അതിനടുത്ത് കവുങ്ങുണ്ടാവും, കവുങ്ങിൻ്റെ മുകളിൽ കുരുമുളക് ഉണ്ടാവും, അതിനിടയിൽ ചേമ്പ് ഉണ്ടാവും, ചേന ഉണ്ടാവും, പലതരം കാച്ചിലുകൾ ഉണ്ടാവും. കാച്ചിലുകളൊക്കെ അതിരുകളിലുള്ള ഈ മാവിൻ്റെയോ പ്ലാവിൻ്റെയോ മുകളിലേക്കായിരിക്കും നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടാവാം. പിന്നെ അതിരുകളിൽ മുരിങ്ങ ഇനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പലതരം ഇലക്കറികൾ, പലതരത്തിലുള്ള ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, വാഴയിൽ തന്നെ പലതരം ഇനങ്ങൾ, അതെല്ലാം ഈ ഒരു ഇടവിള കൃഷിയുടെ, ഒരു സമ്മിശ്ര കൃഷിയുടെ, ഒരു പുരയിട കൃഷിയുടെ ഭാഗമായിട്ട് നമ്മളുടെ പുരയിടങ്ങളിൽ പണ്ട് സുലഭമായിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചെടുക്കാൻ, അത് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു മാതൃക എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കൃഷിയെയാണ് നമ്മൾ പുരയിട കൃഷി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മിക്കവാറും എല്ലാ വീടുകളും വീടിനോട് ചേർന്ന് ചെറിയ കന്നുകാലികളുടെ കൂടുകളുണ്ടാവും. ആ കൂട്ടിനകത്ത് ആടോ പശുവോ കോഴിയോ അതുപോലെ താറാവിനൊക്കെ നമ്മൾ വളർത്തും. പറമ്പിലോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ അതിനെ മേയ്ക്കാൻ വിടും. അവിടുന്ന് കിട്ടുന്ന പുല്ലും വെള്ളവും തീറ്റയൊക്കെ മതി അതിന് തിന്നാൻ. അങ്ങനെയുള്ള നാടൻ കന്നുകാലികൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉണ്ടായിരുന്നു. അങ്ങനെ മിക്കവാറും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഇലക്കറികളും അതുകൂടാതെ പാലും മുട്ടയും എല്ലാം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇറച്ചിയും എല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ സുലഭമായിട്ടുണ്ടാകുന്ന രീതി മുമ്പുണ്ടായിരുന്നു. ഇങ്ങനെ വിളകൾ കൊണ്ടുള്ള ഒരു വൈവിധ്യമുള്ള കൃഷിയിടങ്ങളായിരുന്നു നമ്മുടെ പുരമുറ്റങ്ങളാകെ. അപ്പൊ അത്തരത്തിലുള്ള രീതി ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുരയിട കൃഷി രീതിയാണ് നമ്മളിവിടെ ഈ ഒരു 8 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ചേന, ചേമ്പ്, പലതരം കാച്ചിലുകൾ, ഇഞ്ചി, മഞ്ഞൾ, മുരിങ്ങ, വാഴ, മാങ്ങ, ഇങ്ങനെ പലതരം ഇലക്കറികൾ, പിന്നെ നമ്മൾ കൃഷി ചെയ്യാതെ ഉണ്ടാകുന്ന വിവിധതരം സസ്യങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിൽ വളരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഒരുക്കിയെടുക്കാൻ പറ്റും. ഇലക്കറികളാണെങ്കിലും കിഴങ്ങുവർഗ്ഗങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം, നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും മണ്ണിൻ്റെ ഘടനയ്ക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ പുരയിട കൃഷി തന്നെയാണ്.